ഇബാദത്ത് കഴിഞ്ഞാൽ പിന്നെ വരാതിരിക്കേണ്ട രണ്ട് വിഷയമാണ്, ഒന്ന് ഉജുബ്, മറ്റൊന്ന് സുമഅത്ത്. എന്താണ് ഉജുബ്? ഞാൻ വലിയൊരു ഇബാദത്തൊക്കെ ചെയ്യുന്ന ആളാണ്, ഞാൻ വലിയ നമസ്കാരക്കാരനാണ്, ഞാൻ വലിയ നോമ്പുകാരനാണ്, ബാക്കിയുള്ളവരൊക്കെ മോശമാണ്. അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരാൾ ധാരാളം സുന്നത്ത് നോമ്പ് നിൽക്കുന്ന ആളായിരിക്കാം, സുന്നത്ത് നമസ്കരിക്കുന്ന ആളായിരിക്കും. എല്ലാവരും അതുപോലെ ആവണമെന്നില്ല. അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല എന്ന്. അള്ളാഹു ശിക്ഷ അല്ല എന്ന് പറഞ്ഞതിനെ നാം എന്ത് ചെയ്യരുത്? അതിന്റെ പേരിൽ വേറൊരാളെ കുറച്ച് കാണരുത്. വാജിബ് മാത്രമാണ് വാജിബ്, ഫർള് മാത്രമാണ് ഫർള്, അല്ലാത്തത് സുന്നത്താണ്, മുസ്തഹബാണ്. ചെയ്താൽ അവർക്ക് വലിയ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ അള്ളാഹു അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ അവരുടെ അമലുകളിൽ ഗർവ് നടിക്കുകയും മറ്റുള്ളവർ തന്നേക്കാൾ താഴെയാണെന്നുള്ള ഉജുബ് വരികയും ചെയ്യുന്നു. അത്തരം ആളുകളുടെ അമലുകൾ ബാത്തിലായി പോകും. രണ്ടാമത്തത് സുമഅത്ത്. ഞാനൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു, പക്ഷെ ഇത് ആരും അറിഞ്ഞിട്ടില്ല. എങ്ങനെയെങ്കിലും നാലാൾ അറിയുന്ന ഒരവസ്ഥ അത് ഉണ്ടാക്കിയെടുക്കണം. അപ്പം അയാൾ പിന്നീട് പിറ്റേന്ന് താൻ നമസ്കരിച്ച എണ്ണം, അതിൻ്റെ വണ്ണമൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സമാധാനം ഉണ്ടാവില്ല എന്നുള്ളവർക്ക് പറയാണ്. സദക്ക ചെയ്തു, വലിയ ദാനം ചെയ്തു, പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല. ഇത്രയും വലിയൊരു ദാനം ഞാൻ ചെയ്തിട്ട് ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ മോശമല്ലേ? എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒക്കെ അറിയിക്കുകയാണ്. അതിനാണ് സുമഅത്ത് എന്ന് പറയാ. താൻ ചെയ്ത ഒരു അമലിനെ കുറിച്ച് ആരെങ്കിലും ഒക്കെ ഒന്ന് പറയുകയും അറിയുകയും വേണമെന്ന് പിന്നീട് ചിന്തിക്കലാണ്. അത് അമലിനെ ബാത്തുലാക്കി കളയും.